ഹായ് എവ്രി വൺ, ഞാൻ തോമസ് മാത്യു. ആനന്ദത്തിൽ അക്ഷയ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. എൻ്റെ പേര് വിശാഖ്. ഞാൻ ആനന്ദത്തിൽ കുപ്പി എന്നുള്ളൊരു ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നത്. ഹായ്, ഞാൻ അനാർക്കലി മരിക്കർ. ഞാൻ ദർശന മാളികക്കൽ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഹായ്, എൻ്റെ പേര് സിദ്ധി എന്നാണ്. ദിയ എന്ന റോളാണ് ഞാൻ പ്ലേ ചെയ്യണത് ആനന്ദം ഫിലിമിൽ. എൻ്റെ പേര് അന്നു. ഞാൻ ആനന്ദത്തിൽ ദേവിക എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നത്. എൻ്റെ പേര് റോഷൻ. ആനന്ദം സിനിമയിൽ ഗൗതം റോയ് എന്നുള്ളൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. എൻ്റെ പേര് അരുൺ കുര്യൻ. വരുൺ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നത്. വരുൺ മാഞ്ഞുരാൻ. കുഞ്ഞോളങ്ങൾ കൊഞ്ചും പോലെ കണ്ണേ കണ്ടാൽ നിന്നെ. ആനന്ദം സത്യം പറഞ്ഞാൽ എൻ്റെ കോളേജിൽ ഒരു ഓഡിഷൻസ് ഒക്കെ ആയിട്ട് ഗണേഷ് ചേട്ടനും സിനിമാറ്റോഗ്രാഫറായ എൻ്റെ ആനന്ദേട്ടനും വന്നിരുന്നു. അപ്പോൾ അവിടെ വന്ന സമയത്ത് ഞാൻ അങ്ങനെ അറിഞ്ഞില്ല. അപ്പം ഫ്രണ്ട്സൊക്കെ പറഞ്ഞിങ്ങനെ കേട്ടു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനെയും പിടിച്ചുകൊണ്ട്, അവന് ആവശ്യത്തിനൊക്കെ ആക്ട് ചെയ്യും, അപ്പോൾ അവനെയും പിടിച്ചുകൊണ്ട് ഞാനങ്ങ് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആകെപ്പാടെ ബഹളവും കുറേ പേരുണ്ട് ഓഡിഷനായിട്ട്. ഞാനാകെ കണ്ട് സ്റ്റണ്ടായി ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ വെയിറ്റ് ചെയ്തു. ഈ ഉന്തും തള്ളിൻ്റെ ഇടയ്ക്ക് വെറുതെ കയറണ്ടെന്ന് വിചാരിച്ചു. ഇത്തിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അവസാനം അവർ പറഞ്ഞു, സമയമൊക്കെ കഴിഞ്ഞു പിള്ളേരെ, നിങ്ങൾ തിരിച്ചു പോയിക്കോളാം. അപ്പോൾ അങ്ങനെ തിരിച്ച് ഞങ്ങൾ വന്നു. കുറച്ച് വിഷമമൊക്കെ ആയി. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഒരു വീഡിയോ അങ്ങനെ എന്തെങ്കിലും അയച്ചു കൊടുക്കാം, നോക്കാമെന്നൊക്കെ വിചാരിച്ചു. പിറ്റേ ദിവസം ഞാൻ ചുമ്മാ ഇങ്ങനെ അവിടെ കോരമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക വഴി കൂടെ. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഗണേശേട്ടൻ വരുന്നു. അത് കഴിഞ്ഞ് ഗണേശേട്ടൻ, അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, റീബ ജേക്കബിൻ്റെ സ്വർഗ്ഗരാജ്യത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ കൂടെ ക്വയറിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ റീബയുടെ കൂടെ ആയിരുന്നു ഗണേശേട്ടൻ നടന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ റീബേനെ കണ്ട് പറഞ്ഞു, സിനിമയിലൊക്കെ അഭിനയിക്കാനുള്ള ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഗണേശേട്ടൻ വന്നു. ഗണേശേട്ടൻ ഞാൻ പരിചയപ്പെട്ടു. ഗണേശേട്ടൻ എവിടെയോ കണ്ടിട്ടുണ്ട്, കാരണം ഇന്നലെ ഓഡിഷന് കയറാൻ പറ്റിയില്ല. അപ്പോൾ ജസ്റ്റ് കണ്ടിട്ടേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അത്ര പരിചയമില്ല, എവിടെയോ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഗണേശേട്ടൻ അപ്പോൾ എന്നോട് ചോദിച്ചു, ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഇങ്ങനെ താല്പര്യമുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയൊരു അവിടെ അടുത്തൊരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടായിരുന്നു. അവിടെ പോയി ഞങ്ങൾ കുറച്ച് ഡയലോഗ്സും സീൻസൊക്കെ ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ സിനിമയിൽ ദേവിക എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്ന അന്നു ഉണ്ട്. അപ്പോൾ അന്നുവിൻ്റെ കൂടെ ഞങ്ങൾ കുറച്ച് ഞാനും അന്നുവും കൂടി പെയർ ചെയ്ത് കുറച്ച് സീൻസൊക്കെ ചെയ്തു. അപ്പോൾ ആദ്യത്തെ കുറച്ചെണ്ണമൊക്കെ അത്ര ഇതിലല്ല പോയെ, കുഴപ്പമില്ല എന്നൊക്കെയുള്ള രീതിയിൽ പോയെ. ഒരു സീൻ ക്ലിക്കായി. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി, കയ്യടിയും ബഹളമൊക്കെ ആയി. അത് കഴിഞ്ഞപ്പോൾ എനിക്കും ആകെപ്പാടെ ഇതായി. അത് കഴിഞ്ഞ് ഞങ്ങൾ കാണാം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോയി. പിന്നെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരു കോൾ വന്നു, നാട്ടിലേക്കൊന്ന് വരാൻ പറ്റുമോ, കുറച്ച് പേരും കൂടി ഉണ്ട് ഈ സിനിമയിൽ, അപ്പോൾ എല്ലാവരുമായിട്ട് ഒരു കെമിസ്ട്രി ഒക്കെ നോക്കാനാണ്, അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വാ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശരി എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെന്നു. അവിടെ ചെന്നപ്പോൾ നമ്മുടെ കുപ്പീനെയും ഗൗതമിനെയും പിന്നെ വരുണിനെ അപ്പം കണ്ടിട്ടില്ല, വരുൺ പിന്നെ വന്നു. അപ്പോൾ ഇവരെയൊക്കെ കണ്ടു. പിന്നെ നമ്മുടെ ദർശനായിട്ട് ചെയ്യുന്ന അനാർക്കലി, ഇവരെയൊക്കെ കണ്ടു. ഇവരുടെ കൂടെയൊക്കെ കുറച്ച് സീൻസൊക്കെ ചെയ്തു. ഒരു സീൻ ചെയ്തു എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളൊക്കെ കൂടി ചുമ്മാ കുറച്ച് ഡയലോഗൊക്കെ പറഞ്ഞ് അടിച്ച് പൊളിച്ചു, അത്രേ ഉള്ളൂ. ഒരു ഭയങ്കര ഇൻഫോർമൽ സെഷനായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എങ്ങനെയോ ദൈവം അനുഗ്രഹിച്ച് ഒരു സിനിമയിലായി. അപ്പോൾ ഞാൻ ബൈ പ്രൊഫഷണൽ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. ഞാൻ ചെന്നൈയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് എൻ്റെ കൂടെ തന്നെ അവിടെ ഉള്ളൊരു തിയേറ്റർ കമ്പനിയായിട്ടുള്ളൊരു ബന്ധത്തിൽ അവിടെ കുറേ ഡ്രാമാസും പ്ലേസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഗണേശൻ്റെ ഓഡിഷൻസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവിടെയുള്ള എൻ്റെ ഒരു തിയേറ്റർ കമ്പനിയിൽ കോൺടാക്ട് ചെയ്തായിരുന്നു. എന്നിട്ട് ഇതുപോലത്തെ ഓഡിഷൻസ് ഓപ്പൺ ഒക്കെ ആണെന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ അയച്ചായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഗണേശനെ കോൺടാക്ട് ചെയ്യുന്നത്. ഞാൻ ചെയ്തൊരു ഷോർട്ട് ഫിലിമിൽ ലിങ്ക് അയച്ചു കൊടുത്തു. പിന്നെ ഒരു ഡബ് സ്മാഷ് വീഡിയോ ഉണ്ടായിരുന്നു, അതൊക്കെ അയച്ചു കൊടുത്തു. കണ്ടതിന് ശേഷം ഗണേശനെ ഇഷ്ടപ്പെട്ടു. എന്നിട്ട് പിന്നെ ഒരു ഡമ്മി സ്ക്രിപ്റ്റ് അയച്ചു തന്നു. അത് ഷൂട്ട് ചെയ്തിട്ട് അയക്കാൻ പറഞ്ഞു, അതും ചെയ്തു. എന്നിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് പേഴ്സണലായിട്ട് ആദ്യമായിട്ട് ഗണേശൻ്റെയും ആനന്ദൻ്റെയൊക്കെ ഒരു ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ നടത്തി. അതിനുശേഷം ഒരു ഫൈനൽ റൗണ്ടായിട്ട് ഞങ്ങളെല്ലാവരും ഈ ആനന്ദം ഫാമിലിയിലുള്ള 7 പിള്ളേരെ ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ട് കൊണ്ടുവന്ന് ഒരു ഗ്രൂപ്പ് ഓഡിഷൻ കൂടെ നടത്തിയായിരുന്നു. അതിനുശേഷമാണ് ഫൈനലി ഫിക്സ് ആയത്. ട്രിപ്പ്, നമ്മുടെ കോളേജ് ലൈഫിലെ ആദ്യത്തെ ട്രിപ്പ്. കുടുംബത്തിൽ പറഞ്ഞ കോളേജൊക്കെ 10-15 ദിവസം ആയി കൊടുക്കുമ്പോൾ നമ്മുടെ കൂറ കോളേജാകെ 4 ദിവസം നിൽക്കണം. 4 ദിവസം. ഗുഡ് മോർണിംഗ്. എൻ്റെ ചേച്ചിയുടെ പേര് ലക്ഷ്മി എന്നാണ്. ചേച്ചി ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു. നമ്പർ 1 സ്നേഹതീരം ബാംഗ്ലൂർ നോർത്തിലെ മമ്മൂട്ടിയുടെ കുട്ടിയായിട്ട് അഭിനയിക്കുന്ന എൻ്റെ ചേച്ചിയാണ്. എൻ്റെ ചേച്ചിയുടെ ഫ്രണ്ടാണ് ആനന്ദ് സി ചന്ദ്രൻ, ഇതിലെ സിനിമാറ്റോഗ്രാഫർ. അങ്ങനെയാണ് ഞാൻ വരുന്നത്. ചേച്ചി ഇങ്ങനെ ഈ സിനിമയെക്കുറിച്ച് ആനന്ദേട്ടനോട് അറിയുകയും ചേച്ചി പറഞ്ഞ എൻ്റെ അനിയത്തിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട് അങ്ങനെ പറയുകയും ഫോട്ടോ അയച്ചു കൊടുക്കുകയും ചെയ്യായിരുന്നു. അപ്പോൾ അതിലൂടെ ഗണേശേട്ടൻ എൻ്റെ ഫോട്ടോ കണ്ടിട്ട് ഗണേശേട്ടൻ എന്നെ ഇഷ്ടപ്പെടുകയും അങ്ങനെ ചെറിയൊരു ഓഡിഷൻ ഉണ്ടായിരുന്നു. ചെറിയ ഡയലോഗ് പറയാൻ പറഞ്ഞു. അതിനുശേഷം എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് എടുത്ത
ഗണേഷ് ചേട്ട എൻ്റെ വിദ്യോദയയിൽ സൂപ്പർ സീനിയർ ആയിരുന്നു, സ്കൂളിൽ സൂപ്പർ സീനിയർ ആയിരുന്നു. പിന്നെ ഞാൻ ഡ്രമാറ്റിക്സ് ടീമിൽ അത്യാവശ്യമായിട്ട് പാർട്ടിസിപ്പൻ്റ് ആയിരുന്നു. അപ്പോൾ ഗണേഷ് ചേട്ട ഇങ്ങനെ ടീച്ചേഴ്സിനൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ആരും അങ്ങനെ അഭിപ്രായം കൊടുത്തില്ല. ലൈക്ക് ഗണേശൻ്റെ ഏജ് ഗ്രൂപ്പ് വാസ് 18 to 21. അപ്പോൾ ഞാൻ 17 ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഗണേശൻ ഞാനൊരു ക്യാമ്പിന് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പരിചയത്തിൽ FBയിൽ ഒരു പരിചയം ഉണ്ടായിരുന്നുള്ളൂ, ഫ്രണ്ട്സായി അപ്പോൾ തന്നെ. സോ ഒരു ദിവസം ഇങ്ങനെ പോസ്റ്റ് വന്നപ്പോൾ എൻ്റെ രമാ മിസ്സിനെയും പിന്നെ ഷേർലി മിസ്സിനെയും വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ഈ കുട്ടീനെ ഒന്ന് വിടാവോ ഓഡിഷൻ ഒന്ന് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആനന്ദത്തിലൊരു എത്തിയത്. ആനന്ദത്തിലേക്ക് എത്തിയതെന്ന് വെച്ചാൽ ഞാൻ ബാംഗ്ലൂർ ക്രൈസ്റ്റിൽ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ കുറേ പേര് ഓഡീഷൻസിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അറിയില്ലായിരുന്നു ഇവരെന്തിനാണ് വന്നത്. അപ്പോൾ ഞാനിങ്ങനെ കോളേജിൻ്റെ അകത്തേക്ക് ഞാനൊരു 6 ബങ്ക് ചെയ്തിട്ട് ഹോസ്റ്റലിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ കുറേ പരിചയമില്ലാത്ത ആൾക്കാർ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. ഇവരൊക്കെ എന്താ ഒരു പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ കോളേജിലോട്ട് കയറി വരുന്നുള്ളത് ഞാൻ അവരൊന്ന് നോക്കി. അപ്പോൾ അവർ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ശരി എന്ന് പറഞ്ഞ് ഞാൻ പോയി. തിരിച്ച് ഞാൻ 1 hour കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴും അവർ ആ സെയിം പൊസിഷനിൽ നിന്ന് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു ഇതത്ര ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചു. അതിൻ്റെ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് ഇത് തട്ടത്തിൻ മറിയത്തിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്, ഇത് പ്രേമത്തിൻ്റെ സിനിമാറ്റോഗ്രാഫറാണ്. ഞാൻ പറഞ്ഞു ഇവരോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇവരെന്തിനാ ഇവിടെ ഒന്ന് ചുമ്മാ ഒന്ന് വായി നോക്കുന്നത്. ഞാൻ ലിറ്ററലി അവരുടെ അടുത്ത് അങ്ങനെ ചോദിച്ചു. അപ്പം അവർ അഭിനയിക്കാൻ താല്പര്യമുണ്ടാകുമ്പോൾ താല്പര്യമൊക്കെ ഉണ്ട്, പക്ഷേ എൻ്റെ വീട്ടിൽ സമ്മതിക്കില്ല. പക്ഷേ നാളെ ഒരു ഓഡീഷൻസിന് വരാൻ പറഞ്ഞു. ഞാൻ ഓഡീഷൻസിന് വെറുതെ പോയി. പിന്നെ ഒരു ലോങ്ങർ ഓഡീഷൻസിന് അവർ വിളിച്ചു. അപ്പോൾ കിട്ടിയെന്ന് പിന്നെ വിളിച്ചു പറഞ്ഞു. പിന്നെ എൻ്റെ പാരൻസിനോട് അവർ സംസാരിച്ചു. അങ്ങനെയായിരുന്നു. ഞാൻ ബോംബെയിലായിരുന്നു, അത്യാവശ്യം കുറച്ച് നാടകങ്ങളൊക്കെ ചെയ്ത് നടക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു പരിചയം എൻ്റെ ഒരു കസിൻ്റെ ഫ്രണ്ടാണ് രാകേഷ് മൺടോണി എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. പുള്ളി ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്. വിനീതേട്ടൻ്റെയും ഗണേശേട്ടൻ്റെയൊക്കെ അത്യാവശ്യം നല്ലൊരു ഫ്രണ്ടാണ്. അപ്പോൾ രാകേഷ് ചേട്ടൻ പറഞ്ഞിട്ട് ഇങ്ങനൊരു പ്രോജക്റ്റ് തുടങ്ങുന്നുണ്ട്, ഗണേഷാണ് ഡയറക്റ്റ് ചെയ്യുന്നത്, ഇങ്ങനൊരു ക്യാരക്ടറിന് നീ ആപ്റ്റ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു, നീ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്ക്. അപ്പോൾ ഞാൻ ഗണേഷ് ചേട്ടനെ കോൺടാക്ട് ചെയ്തു, എൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തു. പക്ഷേ അതിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞങ്ങൾ കുറേ നേരം ഫോണിൽ സംസാരിച്ചു. അപ്പോൾ തന്നെ എനിക്ക് ഗണേഷ് ചേട്ടനുമായിട്ട് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റി. ഗണേഷ് ചേട്ടൻ ഇങ്ങോട്ട് ഇവൻ ചിലപ്പോൾ ചെയ്താൽ ഗൗതം ശരിയാവും എന്നൊരു തോന്നലുണ്ടായി. അതുകൊണ്ട് ഗണേഷ് ചേട്ടൻ എന്നെ നാട്ടിലേക്ക് വിളിച്ചു. അവിടെ ഒരു റൗണ്ട് ഓഡിഷൻ ഉണ്ടായി. ഗണേഷ് ചേട്ടനും ആനന്ദേട്ടനൊക്കെ ഉണ്ടായിരുന്നു കലൂർ വെച്ച്. അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഗണേശ് ചേട്ടൻ പറഞ്ഞിട്ട് ഏകദേശം ഉറപ്പാണ്, പക്ഷേ ഇതിനകത്ത് വേറെ 6 പിള്ളേരും കൂടെ ഉണ്ട്, അവരും കൂടെ ആയിക്കോട്ടെ, എന്നിട്ട് എല്ലാവരുടെയും കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഞാൻ നിനക്ക് ഒരു വാക്ക് തരാമെന്നുള്ള രീതി. എൻ്റെ ആദ്യത്തെ സിനിമയാണ് ഓഡിഷൻ കോൾ. ഗണേശ് ചേട്ടനും ആനന്ദേട്ടനും ബാംഗ്ലൂരിലും ചെന്നൈയിലും കുറേ ഓഡിഷൻ കോൾസ് നടത്തുമായിരുന്നു. കുറേ ഓഡിഷൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുമായിരുന്നു. ഞാനൊരു ഫാമിലി ഫ്രണ്ട് ജോസഫ് പറഞ്ഞതാണ് ഞാൻ ഇതിനെപ്പറ്റി അറിഞ്ഞതാണ്. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തതാണ്. അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടാണ് അപ്ലൈ ചെയ്തത്. എൻ്റെ നല്ലൊരു ടീമാണ് ഇവർ, കുറേ യങ് പീപ്പിൾ, കുറേ പ്രേമം നേരമൊക്കെ എടുത്ത് ആനന്ദേട്ടനും ഗണേശേട്ടനും വിനീതേട്ടൻ്റെ അസിസ്റ്റൻ്റ്. അപ്പം എന്നെയൊക്കെ ആസ് എ ഫിലിം ബഫ്, ഞാൻ കൊച്ചിലെ മുതൽ ഒത്തിരി സിനിമ ഫോളോ ചെയ്യുന്ന വലിയൊരു സിനിമ ഭ്രാന്തനാണ്. അപ്പം ഞാൻ ഒത്തിരി ഇവരെ ഫോളോ ചെയ്യുന്നു. പണ്ട് ഫേസ്ബുക്കൊക്കെ തുടങ്ങിയ കാലം വരെ. ഇപ്പം ഞാൻ സെക്കൻഡ് ഇയർ ഓഫ് കോളേജ് ഡിഗ്രി ആ സമയത്തൊക്കെ ഫേസ്ബുക്കൊക്കെ ബൂം ചെയ്തുകൊണ്ട സമയമാണ്. അപ്പം ആസ് മച്ച് ആസ് പോസിബിൾ ഞാനിങ്ങനെ ഫിലിം ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യുമായിരുന്നു, എങ്ങനെയും സിനിമയിൽ ഇങ്ങനെ എത്താൻ. അപ്പോൾ അങ്ങനെ എനിക്ക് ആനന്ദേട്ടനോട് ഞാൻ വല്ലപ്പോഴേക്ക് സംസാരിക്കുമായിരുന്നു. അപ്പോൾ ആനന്ദേട്ടനോട് ഞാൻ നേരമൊക്കെ ഷൂട്ട് ചെയ്തപ്പോൾ ഞാൻ സംസാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ആനന്ദേട്ടനോട് ചോദിച്ചു ഇങ്ങനെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ പോസ്റ്റ് കയറാനായിട്ട് എന്നീ ചാൻസ് ഇല്ല. പോസ്റ്റ് ഫുള്ളായി 4 പുതിയ പിള്ളേർ കയറിയിട്ടുണ്ട്. കുറേ പേരുടെ ആദ്യത്തെ സിനിമയാണ്. അപ്പം നിനക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട്, നീ ഫോട്ടോസ് അയക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു ഞാൻ അയച്ചേക്കാൻ, ചുമ്മാ ഫോട്ടോസ് അയക്കാൻ. എനിക്ക് ഒത്തിരി ഇഷ്ടം അഭിനയം. ഇതുവരെ ചാൻസ് കിട്ടില്ലെന്നുള്ളൂ, സാഹചര്യം ഒത്ത് വന്നിട്ടില്ല അതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ. അപ്പോൾ ഞാൻ ചുമ്മാ ഫോട്ടോസ് അയച്ചു. കുറേ ഞാനിങ്ങനെ അയക്കുമായിരുന്നു ഫേസ്ബുക്കിലൂടെയൊക്കെ, കുറേ ഓഡിഷൻ കാസ്റ്റിംഗ് കോൾസ് ഒന്നും അയക്കും, പക്ഷേ ആരും വിളിക്കത്തില്ല. ഇത് ഒരു പ്രതീക്ഷയിലേത് അയച്ചു. പക്ഷേ ഒരു 1.5 മാസം 2 മാസം കഴിയുമ്പോഴത്തേക്ക് എനിക്കൊരു ഫോൺ കോൾ വന്നു, ഗണേശ് ചേട്ടൻ്റെ ഇങ്ങനെ ഓഡിഷനുണ്ട് വന്നു. 3 റൗണ്ട് ഓഡിഷൻ കഴിഞ്ഞിട്ടാണ് എനിക്ക് വരുൺ എന്ന് പറഞ്ഞ ക്യാരക്ടർ പ്ലേ ചെയ്യാൻ കിട്ടിയത്. വലിയൊരു ഭാഗ്യവും നിമിത്തം ദൈവാനുഗ്രഹമായിട്ട് കരുതുന്നു. മെയിൻ ലീഡെന്നൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടില്ല. എപ്പോഴും 7 പേരുടെ ഒരു കഥ, എല്ലാവർക്കും അവരുടേതായ ചെറിയ ചെറിയ സബ് പ്ലോട്ട്സ്,
പിന്നെ എന്താ പറയുക, എല്ലാവരുടെയും കൂടിയുള്ളൊരു ഫ്രണ്ട്ഷിപ്പും റൊമാൻസും ഒക്കെ കൂടിയുള്ളൊരു കമ്മിങ് ഓഫ് ഏജ് മൂവി, അങ്ങനെ എനിക്കെപ്പോഴും തോന്നിയേക്കുന്നത്. പിന്നെ ഇതിൽ ഇത്രയും എന്താ പറയുക, ഒരു ലീഡ് റോൾസിൽ ഒരെണ്ണം ചെയ്യാൻ പറ്റിയത്, ഇത്രയും എന്താ പറയുക എസെൻസ് ഉള്ളൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത് തന്നെ എനിക്ക് വളരെ സന്തോഷം. ഇപ്പോൾ പല ഭാഗത്തും എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് അത് ഞാനാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട്, ഇങ്ങനെ അവിടെ ഭാഗങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ റോഷൻ ചെയ്യുന്ന ഗൗതം എന്ന ക്യാരക്ടറിൽ പോലും എനിക്ക് പലപ്പോഴും അവിടെ ഒരു ചെറിയ ഞാനുണ്ട് എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. കുപ്പി എന്ന് വെച്ചാൽ ഒരു വളരെ ഓവർ എക്സൈറ്റഡ് ആയിട്ടൊരു ക്യാരക്ടറാണ്. എപ്പോഴും ഭയങ്കര എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. റിയൽ ലൈഫിൽ കുപ്പീനെ പോലെയാണെന്ന് വെച്ചാൽ യെസ് എന്നോ, ഒരു 50% യെസ്, ഒരു 50% നോ. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ അടുത്ത് ഞാൻ അതുപോലെയൊക്കെ തന്നെയാണ്. എപ്പോഴും അവരുടെ ഒരു സന്തോഷം ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അതുപോലെ തന്നെ ഇൻ ജനറൽ ആ ഒരു ലെവൽ ഓഫ് ഉളത്തരൊന്നും എൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ പ്രതീക്ഷിക്കേണ്ട. പക്ഷെ അതുപോലെ തന്നെ കുപ്പി ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റാണ്, ഞാനൊരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ കുപ്പി അണ്ടർഗോ ചെയ്യുന്ന ആ ഒരു ഇമോഷൻസും അവൻ്റെ ആ ഒരു ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ള ഒരു ബന്ധവും അതൊക്കെ എനിക്ക് ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ടൂറിൽ പോകുമ്പോൾ അവൻ ഫേസ് ചെയ്യുന്ന ആ ഒരു എന്താ പറയുക, അവൻ്റെ ഒരു ക്യാരക്ടർ ആർക്ക്, അതായിട്ട് എനിക്ക് ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റി. ബിക്കോസ് ഞാൻ കോളേജിലായിരുന്നപ്പോഴും ടൂറിൽ പോയപ്പോഴും അതുപോലത്തെ ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പേഴ്സണലി. അപ്പോൾ അതുകൊണ്ട് ഒരു ഭാഗ്യമാണ് എനിക്ക് തോന്നുന്നത് അതൊക്കെ റിലേറ്റ് ചെയ്തിട്ട് അതുപോലെ തന്നെ പെർഫോം ചെയ്യാൻ പറ്റിയത്. എൻ്റെ ക്യാരക്ടർ ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. എനിക്ക് തോന്നുന്നു എല്ലാ ക്ലാസ്സിലും കാണും അങ്ങനെ ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു കുട്ടി. ആരോടും മിണ്ടത്തില്ല, ഒരു മൂലയ്ക്ക് പോയിരിക്കും. സോ വാട്ട് ഷീ ഡസ് ഇസ് മൂലയ്ക്ക് പോയിരുന്ന് വരയ്ക്കും. പുള്ളിക്കാരി കണ്ട കാര്യങ്ങൾ, പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, പുള്ളിക്കാരിയെ ഫാസിനേറ്റ് ചെയ്ത കാര്യങ്ങൾ, പുള്ളിക്കാരിയുടെ ഫ്രണ്ട്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ പുള്ളിക്കാരി ബുക്കിൽ വരയ്ക്കുകയും അതിലൂടെ സന്തോഷം കണ്ടെത്തുന്ന ഒരു കുട്ടിയാണ് ദർശന. ഫ്രണ്ട്ഷിപ്പ് കൂട്ടുകെട്ടിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണെന്ന് ചോദിച്ചാൽ അധികം ആരോടും സംസാരിക്കത്തില്ല, പക്ഷെ അവളുടെ മനസ്സിൽ എല്ലാവരോടും കുറേ സ്നേഹം ഉള്ളൊരു കുട്ടിയാണ്. ദിയ എന്ന് വെച്ചാൽ പ്രകാശം, അങ്ങനെയാണ് ഗണേശേട്ടൻ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എൻ്റെ ക്യാരക്ടർ. എനിക്ക് അത് കേട്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ദിയ ഒരു ജോയ്ഫുൾ, പിന്നെ ഒരു ഭയങ്കര ആമിനബിൾ ആയിട്ടൊരു ക്യാരക്ടറാണ്. പെട്ടെന്ന് എല്ലാവരോടും ഫ്രണ്ട്സ് ആവും. പിന്നെ ദിയ ഇസ് ദ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ഓഫ് ദ ക്ലാസ് റൂം മാത്രമല്ല കോളേജ് എല്ലാം. അപ്പോൾ ഷീ ഈസ് ദ ലൗഡസ്റ്റ്. ഞങ്ങൾക്ക് FB-യിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൊഫൈൽ പിക്ക് മാറ്റാൻ, ലൈക്ക് ക്യാരക്ടറിൻ്റെ പ്രൊഫൈൽ പിക്ക് ഇടാൻ. അപ്പോൾ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഷീ ഈസ് ദ ലൗഡസ്റ്റ് ഇൻ ദ ക്ലാസ് റൂം എന്ന്. അപ്പോൾ എല്ലാവരും തിരിച്ച് എഴുതിയേക്കായിരുന്നു ഷീ ഈസ് ദ ലൗഡസ്റ്റ് ഇൻ ഓൾമോസ്റ്റ് എവറിത്തിങ് എന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ദിയ. ദേവിക അത്യാവശ്യം ഒരു ബോൾഡായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ദേവികയ്ക്ക് ഒരു ബോയ് ഫ്രണ്ടൊക്കെ ഉണ്ട്. ഇതാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു ഔട്ട്ലൈൻ. ഞാൻ ഇത്രയും വിചാരിച്ചില്ല ഇത്രയും റെസ്പോൺസ് അതിന് കിട്ടുമെന്ന്. കാരണം ഞാൻ ഫേസ്ബുക്ക് തുറന്ന് നോക്കുമ്പം എൻ്റെ ടാറ്റുമോൾ എന്നല്ലാതെ വേറെ ടാറ്റുമോൾ ദേവൂട്ടി ഈ 2 പേരല്ലാതെ വേറൊന്നും ആൾക്കാർ വിളിക്കും. അന്നു എന്നുള്ളൊരു പേര് ആരും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങളെ 2 പേരുടെയും ആ ഒരു സീൻ കുറേ പേർക്ക് ഇഷ്ടമായെന്ന് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതൊരു നല്ല എക്സ്പീരിയൻസ്. ഞാൻ ഒത്തിരി എൻജോയ് ചെയ്ത് അഭിനയിച്ചൊരു ഷൂട്ടായിരുന്നു അത്. കാരണം കബാലി ഷൂട്ട് ചെയ്ത സ്ഥലമായിരുന്നു. ഒരു ചെറിയൊരു സീൻ കബാലിയുടെ അവിടെ. അപ്പോൾ ഞങ്ങളൊക്കെ ഭയങ്കര സന്തോഷത്തിൽ അതിൽ കൂടെ ഓടി നടന്ന് അഭിനയിച്ചൊരു സീനായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സീനാണ്. അത് ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പം ഒത്തിരി സന്തോഷമുണ്ട്. ഗൗതം ഇവർ പഠിക്കുന്ന ഈ കോളേജിൽ അത്യാവശ്യം നല്ല രീതിയിൽ പോപ്പുലർ ആയിട്ടുള്ളൊരു പയ്യനാണ്. അവിടുത്തെ കോളേജ് റോക്ക് ബാൻഡിൻ്റെ ലീഡ് സിംഗറാണ്, നല്ലൊരു സിംഗറാണ്. ദേവിക, അന്നു ചെയ്യുന്ന ക്യാരക്ടർ ദേവിക എന്ന് പറയുന്ന പെൺകുട്ടിയായിട്ട് റിലേഷൻഷിപ്പിലാണ്. ദേവികേനെ വലിയ ഇഷ്ടമാണ്. ദേവികയാണ് ഗൗതമിൻ്റെ ലോകം. പിന്നെ ഈ കൂട്ടുകാരും ബാക്കിയുള്ള ഈ 6 കൂട്ടുകാരും 5 കൂട്ടുകാരും ദേവികയൊക്കെ ആയിട്ട് ഈ IB ട്രിപ്പിലേക്ക് ഒരുപാട് സന്തോഷങ്ങളൊക്കെ പ്രതീക്ഷിച്ച് യാത്രയാവുന്ന ഒരു പയ്യൻ. ഗണേശേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗണേശേട്ടന് ശരിക്കും ഇപ്പോൾ ഞങ്ങളുടെ പ്രൊഡ്യൂസറായ വിനോദേട്ടനും വളരെയധികം സപ്പോർട്ടീവായിരുന്നു. കുറേ എന്താ പറയുക, അത്രയധികം ഫ്രീഡം ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും ഫ്രീഡവും സപ്പോർട്ടൊക്കെ കാരണം തന്നെ ഗണേശേട്ടൻ ഞങ്ങൾക്കും അതേപോലെ തന്നെ ഫ്രീഡവും സപ്പോർട്ടൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചെറിയ ഇംപ്രവൈസേഷൻസും ഇതൊക്കെ വരുത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഗണേശേട്ടൻ അതിനൊക്കെ ഓപ്പണായിരുന്നു.
അപ്പോൾ ഇനി ഗണേശേട്ടനെ പറ്റി പറയുമ്പോൾ ഗണേശേട്ടൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പേഷ്യൻസ് ഉള്ളൊരു മനുഷ്യനെ കണ്ടിട്ടുണ്ടാവില്ല വേറെ എവിടെയും. എന്താ പറയുക, ഞങ്ങൾ ചിലപ്പോൾ ഷൂട്ടിൻ്റെ ലൊക്കേഷനിൽ ആകെ എന്താ പറയുക വെറുതെ അലമ്പി ആകെ സമയമൊക്കെ കളയും. പക്ഷെ എന്നാലും ഞങ്ങൾ തിരിച്ച് ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ ഗണേശൻ്റെ ഒരു നറേഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ നറേഷൻ കേട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ ആ ക്യാരക്ടറിൽ അങ്ങ് ഫുള്ളായിട്ട് മുഴുകി പോകും. ഇപ്പോൾ ഹംപിയിൽ ഞങ്ങളുടെ ഒരു ലൊക്കേഷനാണ് ഹംപി, കർണാടകയിലാണ്. അപ്പോൾ അവിടെയുള്ള ഒരു മങ്കി ടെമ്പിൾ എന്ന് പറഞ്ഞൊരു ലൊക്കേഷൻ, ഒരു സ്ഥലത്തുള്ള ഒരു ചെറിയ സീനുണ്ട്. അപ്പോൾ അവിടെ ഞാനും ഗൗതം എന്ന് പറഞ്ഞ ക്യാരക്ടറും അക്ഷയും ഗൗതവും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ ആ സീനിന് മുമ്പ് ഗണേശേട്ടൻ തന്നൊരു നറേഷൻ മാത്രമാണ്, അത് മാത്രം മതി സത്യം പറഞ്ഞാൽ. ഗണേശേട്ടനെ പറ്റി എനിക്ക് ആലോചിക്കുമ്പോൾ ആദ്യം കത്തണ അതാണ്. അപ്പോൾ അന്നത്തെ ആ നറേഷൻ കാരണം എനിക്കങ്ങ് ശരിക്കും ഭയങ്കരമായിട്ട് ഫീൽ അടിച്ചു പോയി ശരിക്കും പറയാം. അപ്പോൾ അത് കഴിഞ്ഞ് ആ സീൻ ചെയ്തു, ഞങ്ങൾ മിണ്ടിയില്ല, നറേഷൻ കേട്ടു, സ്പോട്ടിൽ പോയിരുന്നു, ആക്ഷൻ വിളിച്ചപ്പോൾ ഞങ്ങളങ്ങ് സംസാരിച്ചു തുടങ്ങി. അപ്പോൾ ഗണേശേട്ടൻ്റെ ആ നറേഷൻ വളരെ ബ്രില്യൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എക്സ്പ്രഷൻസ് ആണ് മുഴുവൻ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്തോരം പാഷനറ്റ് ആണ്, എന്തോരം ഹാർഡ് വർക്ക് ഈ ഒരു സിനിമയിൽ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്കൊരു എന്താ പറയുക, ഒരു 100% റിലാക്സ്ഡ് മൂഡിലായിരുന്നു ഞങ്ങൾ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഗണേശനെ പറ്റി പറയുവാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഗണേശനെ പറ്റി അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് വെച്ചാൽ ഞങ്ങളിലുള്ള ഒരു ട്രസ്റ്റാണ്. ഞങ്ങൾ ഫസ്റ്റ് ടൈം ആക്ടേഴ്സാണ്, അതുപോലെ തന്നെ ഗണേശനും ഒരു ഫസ്റ്റ് ടൈം ഡയറക്ടറാണ്. പക്ഷേ അതേസമയത്ത് തന്നെ ഗണേശൻ ഞങ്ങളെ കുറേ ട്രസ്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഫുൾ ഫ്രീഡം തന്നായിരുന്നു. അപ്പോൾ സീൻ ഇതാണ്, മൂഡ് ഇതാണ്, ഇതാണ് ബേസിക് മെസ്സേജ്, അപ്പോൾ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും പെർഫോം ചെയ്തോ എന്നുള്ളൊരു ലൈനിലായിരുന്നു ഗണേശൻ. അപ്പോൾ ഞങ്ങൾക്ക് ഇംപ്രവൈസ് ചെയ്യാനുള്ള കുറേ ഓപ്പർച്യൂണിറ്റീസ് വന്നു, എസ്പെഷ്യലി ഒരു കോമിക് റോൾ ചെയ്യുമ്പോൾ. അപ്പോൾ അവിടെ വരുന്ന ആ ഒരു മൂമെൻറ്റിൽ ചെയ്ത് പോകുന്ന കുറേ കാര്യങ്ങളുണ്ടാവാം. അപ്പോൾ അതൊക്കെ ശരിക്കും എൻ്റർടൈൻ ചെയ്ത് അതൊക്കെ ശരിക്കും അക്സെപ്റ്റ് ചെയ്തൊരു ഡയറക്ടറായിരുന്നു ഗണേശൻ. ഗണേശേട്ടൻ പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു മെൻറ്ററോ ഒരു ഗുരുവോ അല്ലെങ്കിൽ ഡയറക്ടർ എന്നൊരു സ്ഥാനത്തിലും അപ്പുറം നല്ലൊരു ബ്രദറായിരുന്നു ഗണേശേട്ടൻ. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാം പറഞ്ഞു തന്നിട്ടുള്ളത്. സിനിമയിൽ ഇനി ഓഫർ വരുമ്പോഴും ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ അഭിനയിക്കുമ്പോഴും നമ്മൾ പാലിക്കേണ്ട കുറച്ച് മാനേഴ്സ്. കാരണം ഞങ്ങളൊക്കെ ഫസ്റ്റ് ടൈം ആക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ ഈ ഷൂട്ടിംഗ് സെറ്റിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയാണ് ആക്ച്വലി ബിഹേവ് ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ലായിരുന്നു. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ബാക്കിയുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ കുറേ പറഞ്ഞു തന്നിട്ടുണ്ട്. ആദ്യമായിട്ട് എനിക്കും റോഷനുമായിട്ടുള്ളൊരു സീനാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ തന്നത്. അത് ഓഡിഷൻ്റെ സമയത്തായിരുന്നു. അപ്പം ഞാൻ ആദ്യത്തെ ഓഡീഷൻസിനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ സംസാരിക്കുകയും പേടിക്കാതെയൊക്കെ സംസാരിക്കുകയും ചെയ്തു. പക്ഷേ റോഷൻ്റെ അഭിനയം കണ്ട് ഞാനൊന്ന് പേടിച്ച് ഞാനിനി അഭിനയിക്കുന്നില്ല, എനിക്ക് ഇങ്ങനെയൊന്നും അഭിനയിക്കാൻ പറ്റില്ല. ഞാൻ ഗണേശനോട് പറഞ്ഞു, ഗണേശനെ ഞാൻ പോവാം. എൻ്റെ അച്ഛനുണ്ടായിരുന്നു കൂടെ. അച്ഛനടുത്ത് ഞാൻ പറഞ്ഞു, അച്ഛൻ നമുക്ക് പോവാം, എനിക്ക് പറ്റുന്ന പണിയൊന്നുമല്ല, എനിക്ക് പേടിയ ക്യാമറയൊക്കെ ഭയങ്കര സ്റ്റേജ് ഫിയർ ആയിരുന്നു. പക്ഷേ ഗണേശനെ കുറച്ച് നേരം ദേവിക ഇങ്ങനെയാണ് അഭിനയിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ക്യാരക്ടറിനെ കുറച്ചും കൂടെ നന്നായിട്ട് ഡീറ്റെയിൽ ചെയ്ത് എനിക്കൊരു ഡയലോഗ് വന്നു. അപ്പം ആ രണ്ടാമത്തെ ഡയലോഗ് തൊട്ട് ഞാൻ അത്യാവശ്യം നന്നായിട്ട് ചെയ്യാൻ തുടങ്ങി. ആദ്യം ഭയങ്കര സ്റ്റേജ് ഫിയർ ആയിരുന്നു, പിന്നെ അതങ്ങ് കുറഞ്ഞു. ഗണേശേട്ടൻ ആസ് എ ഡയറക്ടർ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ഗണേശേട്ടൻ എൻ്റെ സ്വന്തം ചേട്ടനായിട്ടാണ് ഞാൻ കണ്ടേക്കണേ. ഞാൻ ഭയങ്കര സജഷൻസ് ഒക്കെ കൊടുത്താൽ അത് എടുക്കും. പിന്നെ പറഞ്ഞുതരും, ഒരു സീൻ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞുതരും, ഒരു 15 മിനിറ്റ്സിൻ്റെ നറേഷൻ ഉണ്ടാവും, ഇങ്ങനെയാണ്. അപ്പോൾ അത് ഇച്ചിരി കൂടി ഈസിയർ ആയിരുന്നു ഞങ്ങൾക്ക് ആക്ട് ചെയ്യാൻ, ആ സീൻ ചെയ്യാൻ. അപ്പോൾ ഗണേശേട്ടൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ പേഷ്യൻസ് പറഞ്ഞൊരു സാധനം ഗണേശന് കുറേ ഉണ്ട്. അത് എന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ഞാനിങ്ങനെ തുള്ളിച്ചാട്ടും ബഹളവും പിന്നെ ഞാൻ ഷൂട്ട് ചെയ്യില്ല എന്ന് പറയണതൊക്കെ വാശി പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഗണേശന് ഭയങ്കരമായിട്ട് പേഷ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഹാറ്റ്സ് ഓഫ്. വിനീതേട്ടൻ്റെ സപ്പോർട്ട് ഒരുപാടുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വിനീതേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ആനന്ദം ഇതാവില്ലായിരുന്നു. ആനന്ദം വേറെ എന്തോ ആയിപ്പോയേനെ. ഇതിപ്പം ആനന്ദം ഇന്ന് എന്താണോ അതാക്കിയത് വിനീതേട്ടനും കൂടെ ചേർന്നിട്ടാണ് ഉറപ്പായിട്ടും. പക്ഷെ ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വിനീത് ശ്രീനിവാസൻ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറിനെ ഒന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ആക്ച്വലി ഇതുവരെ അറിഞ്ഞിട്ടില്ല.
കാരണം ഞങ്ങളുടെ ഷൂട്ടിൻ്റെ സമയത്ത് വളരെ കുറച്ച് ദിവസങ്ങളെ വിനീതേട്ടൻ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ലൊക്കേഷനിലേക്ക് ഒരിക്കലും വന്നിട്ടില്ല. ഞങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് ഫ്രണ്ട്ലി ആയിട്ട്. ഒരു പ്രൊഡ്യൂസറിൽ നിന്ന് ഞങ്ങളിപ്പം ഞാൻ ഇൻഡസ്ട്രിയിൽ അങ്ങനെ അധികം വർക്ക് ചെയ്തിട്ടൊന്നുമില്ല, അപ്പോൾ എനിക്ക് ഒരുപാട് സെറ്റിൽ പോയ പരിചയമൊന്നുമില്ല. പക്ഷേ ഇതുവരെ ഉള്ള പരിചയം വെച്ച് ഒരു പ്രൊഡ്യൂസർ സംസാരിക്കുന്ന രീതിയിലൊന്നുമല്ല വിനീതേട്ടൻ ഞങ്ങളുടെ അടുത്ത് സംസാരിച്ചത്. വളരെ ഫ്രണ്ട്ലി ആയിട്ട് വളരെ ഓപ്പണായിട്ട് സംസാരിച്ചു. ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ സമയത്തും ഞങ്ങൾ ഡബ്ബിങ്ങിൻ്റെയൊക്കെ സമയത്തായിരുന്നപ്പം ഇത്തിരിയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വിനീതേട്ടൻ പറഞ്ഞ പല കാര്യങ്ങളും വളരെ ഹെൽപ്ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഓണസ്റ്റായിട്ട് ഫീഡ്ബാക്ക് തന്നിട്ടുണ്ട്. അതേപോലെ നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് ഓരോന്നും ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഈ കോളേജ് പ്രൊമോഷൻസിന് വേണ്ടിയിട്ടൊക്കെ ഒത്തിരി കോളേജുകളിൽ പോയായിരുന്നു. അപ്പോഴൊക്കെ വിനീതേട്ടൻ കൂടെ വന്നിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം. അപ്പോൾ ഞങ്ങളിങ്ങനെ പടം റിലീസാവുന്നതിന് മുമ്പ് എസ്പെഷ്യലി പോകുമ്പോൾ അറ്റൻഷൻ മുഴുവൻ പോകുന്നത് വിനീതേട്ടനിലേക്കാണ്. വിനീത് ശ്രീനിവാസൻ വന്നിട്ടുണ്ട്. അപ്പോൾ വിനീതേട്ടനാണ് ഞാൻ മാത്രമല്ല വന്നേക്കുന്നത്, ഞാൻ ചെയ്ത സിനിമയുണ്ട് ആനന്ദം, അതിലെ പിള്ളേരുണ്ട്, അവരിവരൊക്കെയാണ് എന്നൊക്കെയുള്ള രീതിയിൽ ആ അറ്റൻഷൻ കുറേ ഡൈവേർട്ട് ചെയ്ത് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. എല്ലാ സീൻ ചെയ്യുന്നതിന് മുമ്പും ഞങ്ങൾ തലേദിവസം രാത്രി വന്ന് റൂമിലിരുന്ന് ആ സീനിലുള്ള എല്ലാവരെയും പറ്റിയും ആ ക്യാരക്ടേഴ്സ്, ഇപ്പോൾ ആ ക്യാരക്ടർ ഇന്ന സിറ്റുവേഷനിലായിരുന്നെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക, ഇതൊക്കെ ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ആ ഒരു ഡിസ്കഷനും സത്യം പറഞ്ഞാൽ ഈ സിനിമയിൽ കുറേ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞങ്ങൾക്കപ്പോൾ കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടി എങ്ങനെയാണ് ആ ക്യാരക്ടർ അത് എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂട്ടോടെ ആയതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്ര നന്നായി പോകാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഓഫ് സ്ക്രീനും വളരെ നല്ല ഫ്രണ്ട്സായി. ഒരു ചെറിയ കുടുംബം തന്നെയാണ്. ഞങ്ങൾ 7 പേര് ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് ഈ ഓഡിഷൻസിൻ്റെ സമയത്താണ്. ഓഡിഷൻസിന് ആദ്യം മീറ്റ് ചെയ്തതിനു ശേഷം പിന്നെ വൺസ് വി വർ ഫിക്സ്ഡ് ഒരു 2 ആഴ്ചത്തേക്ക് ഒരു റിഹേഴ്സൽ ക്യാമ്പ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. ആ റിഹേഴ്സൽ ക്യാമ്പിൻ്റെ സമയത്ത് ഞങ്ങൾ ശരിക്കും എല്ലാ സീനും എടുത്ത് ഡൈസെക്റ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് പിന്നെ പെർഫോം ചെയ്ത് എന്നിട്ട് ഇമ്പ്രൂവ് ചെയ്ത് കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഫൈനൽ ഒരു സ്റ്റേറ്റിലേക്ക് എത്തിയത്. പിന്നെ ഒരു ലാസ്റ്റ് 2-3 ദിവസം ഞങ്ങൾ എന്നും ഒരു 4-5 മണിക്കൂർ ലൂലുവിൽ പോയി ഷോപ്പിങ്ങിനും ചിലവാക്കി ഞങ്ങളുടെ കോസ്റ്റ്യൂംസൊക്കെ വേണ്ടി. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു 2-3 ആഴ്ച ഷൂട്ട് ചെയ്യുന്ന തൊട്ട് മുമ്പുള്ള 2-3 ആഴ്ച അന്നാണ് ഞങ്ങളെല്ലാവരും ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് ഞങ്ങളെല്ലാവരും ശരിക്കും ക്ലോസ് ആകുന്നത്. ഇപ്പോൾ പിന്നെ ആഫ്റ്റർ 55 ഡേയ്സ് ഓഫ് ഷൂട്ടിങ് ഞങ്ങളെല്ലാവരും ഓഫ് സ്ക്രീനും നല്ല ഒരു ബഞ്ച് ഓഫ് ഫ്രണ്ട്സാണ്. എന്നും എപ്പോഴും ഇവരൊക്കെ ഫ്രണ്ട്സൊക്കെ തന്നെ ആയിരിക്കും, എപ്പോഴും മറക്കാത്ത ഫ്രണ്ട്സായിരിക്കും. ഞങ്ങൾ 7 പേര് തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് വളരെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഫ്രണ്ട്ഷിപ്പായിരിക്കും. കാരണം അതിൽ ബാക്കിയുള്ള 6 പേരും എന്നെ കുറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എന്നെ കുറേ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ 7 പേര് തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾ വന്നതിന് ശേഷം പരിചയപ്പെട്ടവരാണെങ്കിലും സിനിമയെ കാണുന്ന പോലെ തന്നെ ഭയങ്കര നല്ല കൂട്ടായി ഞങ്ങൾ തമ്മിൽ. അത് ഓരോ ഞങ്ങൾക്ക് അത് സെറ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ ഇനി അതൊന്നും ഉണ്ടാവില്ലല്ലോ, അതൊക്കെ തീർന്നല്ലോ എന്ന് നോക്കുമ്പോൾ ഭയങ്കര സങ്കടം. എന്നാലും ഇപ്പോഴും ഞങ്ങളുടെ വിചാരം ഇപ്പോഴും ഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്, ഞങ്ങൾ ദിവസവും പുറത്ത് പോകും. ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ 7 പേരും. ഞങ്ങൾ ശരിക്കും വേറെ എവിടെ നിന്നൊക്കെയോ വന്ന എന്നൊരു ഫീലിംഗ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾക്ക് ഷൂട്ടിങ്ങിന് മുമ്പ് രണ്ട് ആഴ്ച ഒരു റിഹേഴ്സൽ ക്യാമ്പ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ ഒരേ കോളേജിൽ പഠിച്ച കുട്ടികളെ പോലെ ടൂർ പോയപ്പോൾ ഞങ്ങൾ ഒരേ കോളേജിൽ നിന്ന് ഒരു ഐവിക്കും ഇൻഡസ്ട്രിയൽ വിസിറ്റ് പോയൊരു ഫീലായിരുന്നു. കുറച്ച് നാളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ശരിക്കും ഒരു ഫാമിലി പോലെ തന്നെയായി. കുറേ പേര് ടൂർ പോകുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ആ ഒരു ഫണ്ണി മൊമെൻറ്റ്സ് ഒക്കെ ഞങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സായി ഇപ്പോൾ ഞങ്ങൾ 7 പേരും. ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ഈ ഒരു ക്യാരക്ടർ ഞാനിപ്പോൾ എങ്ങനെ അതിനോട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് പറ്റി. അപ്പോൾ എനിക്ക് ഈസിയർ ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പയ്യെ വീശും കാറ്റ് ഒരു സോങ് ആണ് ആനന്ദത്തിൽ. അതിൽ എടുത്തേക്കണ എല്ലാ സീൻസ്
റോൾ ചെയ്തൊന്നുമില്ല, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത് റോൾ ചെയ്യാണെന്ന്. വെറുതെ ഞാൻ എന്തൊക്കെ കാണിച്ചിട്ടിരിക്കുക, അത് റോൾ ചെയ്തു. അപ്പോൾ അങ്ങനെ എത്തിയപ്പോൾ ഞാൻ ഒട്ടും വിശ്വസിച്ചില്ല ഇങ്ങനെ ഞാൻ ചെയ്യാണെന്ന്. ഇപ്പോഴും വിശ്വാസമില്ല എന്ന്. പടം ഇറങ്ങി എൻ്റെ എല്ലാവരും എന്നെ അറിയാലോ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു ടൂർ എന്ന് പറഞ്ഞാൽ ഞാൻ 12th ഹൈദരാബാദ് ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയിട്ടുള്ള. അപ്പോൾ അന്ന് പോയിട്ടുള്ള ഞങ്ങളുടെ കൊച്ചു കൊച്ചു തമാശകളും, ഇപ്പോൾ ബസ്സിലാണെങ്കിൽ ഡാൻസ് കളിക്കണ ആ ഒരു ഇതും, എന്താ പറയുക, ചെറിയ ചെറിയ എല്ലാ കാര്യങ്ങളും ഇതേപോലെയൊക്കെ തന്നെയായിരുന്നു. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ചില വേറെ കാര്യങ്ങളൊക്കെ കാണും, ഞാനപ്പോൾ ചിലപ്പോൾ യൂസ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ അത് ഞങ്ങളങ്ങ് എന്താ പറയുക, അങ്ങ് ബ്ലെൻഡായി പോകും കുറച്ച് കഴിയുമ്പോഴേക്കും. ഞങ്ങളുടെ ആ ഒരു കൊച്ചു ഫാമിലി എന്ന് പറയണത് ശരിക്കും ഉള്ളത് തന്നെ. ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും ആ ഒരു ക്യാരക്ടറിൻ്റെ ഇതിലേക്ക് കയറി കഴിയുമ്പോൾ പിന്നെ ആകെപ്പാടെ ഫുൾ ഫണ്ണാണ്. അപ്പോൾ അങ്ങനെ വേറെ പ്രശ്നമൊന്നും വന്നില്ല, ആകെ സ്മൂത്തായിട്ട് തന്നെ പോയത്. ഏറ്റവും ഇഷ്ടപ്പെട്ട സീക്വൻസ് 2 ഉണ്ട്. ഒരെണ്ണം മറ്റേ ക്യാമ്പ് ഫയർ, അതിൽ എനിക്ക് സെറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, എൻ്റെ കോസ്റ്റ്യൂം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ആ ഒരു സീൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ മറ്റേത് രഞ്ജി സാറിൻ്റെ കൂടെ എൻ്റെ ഒരു കരയണ ഒരു സീനുണ്ട്. അപ്പോൾ അതിൽ ഗണേശൻ പറഞ്ഞു ഗ്ലിസറിൻ വേണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ തന്നെ കരഞ്ഞോളാം. അപ്പോൾ എന്നാൽ ശരി, നീ കരയണം, ഭയങ്കരമായിട്ട് പൊട്ടി കരഞ്ഞാൽ മതി, അപ്പോൾ ആ സീൻ തൃപ്തിയാവുമെന്ന് പറഞ്ഞു. അപ്പോൾ I'm like okay fine. അൺഫർഗറ്റബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ മങ്കി ടെമ്പിൾ ആയിരിക്കും. ഹംപിയിലെ മങ്കി ടെമ്പിളിലേക്ക് പോകുന്നത് എനിക്കൊന്ന് രാത്രി 2 മണിക്ക് എഴുന്നേറ്റ് 1.5 മണിക്കൂർ യാത്രയും കഴിഞ്ഞ് അവിടെ എത്തി 500 സ്റ്റെപ്പ് കയറി. ഞങ്ങൾ 500 സ്റ്റെപ്പ് കയറി. അതെനിക്കൊന്ന് ആനന്ദേട്ടനൊക്കെ ക്യാമറയൊക്കെ പിടിച്ചോണ്ടാണ് കയറി. എല്ലാവരും കഷ്ടപ്പെട്ട് ഇടയ്ക്ക് ബൂസ്റ്റൊക്കെ തരുമായിരുന്നു, അതായത് ഏകാശ്വാസം. ഞങ്ങളെല്ലാവരും 500 സ്റ്റെപ്പ് കയറി മുകളിലെത്തിയപ്പോഴേക്കും മടുത്തു. എനിക്കൊന്ന് സിനിമയിൽ ഞങ്ങൾ നല്ലപോലെ ചിത്രീകരിച്ചിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ പക്ഷെ അത്രയും കയറിയെങ്കിലും അതിൻ്റെ ഒരു ക്ഷീണവും ഞങ്ങൾക്ക് അവിടെ എത്തിയപ്പോൾ തോന്നില്ല. കാരണം അത്രയ്ക്ക് ഭംഗിയുള്ളൊരു വ്യൂ ആയിരുന്നു. സൺസെറ്റും അവിടെ ഓരോ ഈ മലകളും എന്ന് പറയുമ്പോൾ ഈ കല്ല് ഫുൾ അങ്ങനത്തെ കല്ലുകളും പിന്നെ തുംഗഭദ്ര നദിയും ഒക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. എനിക്ക് ഇനി ആ സ്ഥലം കാണണമെന്നുണ്ട്. ഒട്ടും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരിക്കും. ഒത്തിരി ഭംഗിയുള്ള കുറേ സ്ഥലങ്ങൾ പോയി. അപ്പോൾ എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി സിനിമയിൽ അഭിനയിക്കാൻ കാരണം ഹംപി ഗോവ ഉള്ളത് കൊണ്ടാണ്, സ്ഥലം കാണാൻ വേണ്ടി. അപ്പോൾ ഞാനെന്ന് വെച്ചാൽ സീനുള്ള സമയത്ത് എൻ്റെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരിക്കും എപ്പോഴും. അപ്പോൾ ഒരാളുടെ സീനുള്ളപ്പോഴും ഞങ്ങൾ കൂട്ടത്തിൽ എപ്പോഴും എല്ലാവരും ഉണ്ടാവും. അപ്പം ഞാൻ ചില സമയത്ത് ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി സെറ്റിന്ന് ഷൂട്ടുള്ള സമയത്ത് അങ്ങ് പോകും. അപ്പോൾ എന്നെ കാണാനുണ്ടാവും. അപ്പം എന്നെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കും, അയ്യോ അവിടെ പോയി. അപ്പം ഞാൻ വല്ലോ മരത്തിൻ്റെ മുകളിലോ അല്ലെങ്കിൽ വല്ല പാർപ്പത്തൊക്കെ സ്ഥലമൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുമായിരിക്കും. അപ്പോൾ എനിക്ക് കുറേ വഴക്കൊക്കെ കിട്ടാറുണ്ട്. ഇതൊക്കെയാണ് രസകരം. പിന്നെ എനിക്ക് ഒരു പ്രശ്നമുണ്ട്, ഞാൻ ഒട്ടും സാധനങ്ങളൊന്നും സൂക്ഷിക്കാറില്ല. അപ്പം എനിക്ക് കുറേ കയ്യിലിടാനും മൂക്കുത്തി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ക്യാരക്ടറിന്. അപ്പം ഒരു സീൻ കഴിയുമ്പോൾ മറ്റേ സീൻ എൻ്റെ പകുതി സാധനങ്ങൾ പോയിട്ടുണ്ടാവും. അങ്ങനെ അത് തപ്പി നടക്കില്ല. അങ്ങനത്തെ കുറേ രസകരമായ കാര്യങ്ങളുണ്ടായിരുന്നു. എന്താ പറയുക, ഈ പടം എന്തായാലും നിങ്ങൾ പോയി കാണണം. കാരണം ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നിങ്ങളുടെ തന്നെ ഒരു ഭാഗം ഇതിനകത്ത് കാണാൻ പറ്റും, അതെനിക്ക് ഉറപ്പാണ്. ഞങ്ങളുടെ ഒരു മോട്ടീവ് ഇതായിരുന്നു, ദാറ്റ് നിങ്ങൾ ചിരിപ്പിക്കുക. അപ്പോൾ ആ മോട്ടീവ് പൂർത്തിയായി ഞാൻ വിചാരിക്കണം. ഏതൊരു ടൈപ്പ് ഓഫ് ഓഡിയൻസിനും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ് എനിക്ക് തോന്നുന്നത്. ആനന്ദിക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ്, എനിക്ക് നല്ല ഉറപ്പുണ്ട്. എല്ലാവർക്കും ഒത്തിരി സന്തോഷം കഴിക്കുന്ന ഒരു പടമായിരിക്കും ആനന്ദം എന്ന് 100% ഉറപ്പാണ്. തീർച്ചയായിട്ടും നമുക്കറിയാവുന്ന ആൾക്കാരാണ് ആനന്ദത്തിലെ നായകന്മാരോ അല്ലെങ്കിൽ അവരുടെ കഥയാണ്, നമുക്കറിയാവുന്ന ആൾക്കാരുടെ കഥയാണ്, നമ്മുടെ സ്വന്തം കഥയാണ്. കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങളെല്ലാവരും ചിരിച്ച് സന്തോഷിച്ചായിരിക്കും തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും പോയി കാണാം, കണ്ടിട്ട് അഭിപ്രായം എന്തായാലും അറിയിപ്പിക്കുക.